ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹേഷും ഇഷിതയും കൂടി തിരിച്ച് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഇഷിത പറയുന്നുണ്ട്, എന്നാലും ആതിരനെ പെട്ടെന്ന് കൊണ്ടാക്കിയപ്പോ വളരെ ബുദ്ധിമുട്ട് പോലെ. താനതിനെ ബുദ്ധിമുട്ടുന്നത്, അവൾക്കിനി നല്ലൊരു ജീവിതമാണ് കിട്ടാൻ പോണത്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. അവള് സേഫ് ആയിട്ട്, ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. എന്നാലും മഹേഷ് ഈ സിസ്റ്റർമാരെ കുറിച്ച് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് പറയാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായില്ലല്ലോ. എന്നാലും സിസ്റ്ററിന്റെ മഹേഷിന് വല്ലാത്ത ഇഷ്ടമാണല്ലേ, അവൾക്ക് മഹേഷിന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് എന്ന് ഇഷിത പറയുമ്പോ മഹേഷ് പറയണ്ട്, എടോ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് കെയർ ചെയ്ത് നമ്മളെ ഒരു പറയാനായിട്ട് ഒരാളുണ്ടാവുന്നത് നല്ലതല്ലേ. എനിക്ക് സിസ്റ്റർ മുമ്പോട്ട് അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അല്ല, എന്താ ഇനി മഹേഷിന്റെ അടുത്ത പ്ലാൻ? ഇനിയെ ഞെട്ടിക്കാൻ വല്ല പുറപ്പാടുണ്ടോ, അത് പുതിയ വല്ല സർപ്രൈസ് ഉണ്ടോ എന്ന് ഇഷിത ചോദിക്കുമ്പോ മഹേഷ് പറയണ്ട്, ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. അതെന്താ? എനിക്കിനി സർപ്രൈസ് നെഞ്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലേ, മര്യാദക്ക് പറ, എന്താ സർപ്രൈസ്? എടോ, താൻ പറഞ്ഞില്ലേ ചിപ്പിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് രചന കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. എങ്കിലേ നമ്മൾ അതിനു മുമ്പ് ആദിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാ. അത് കൊള്ളാം മഹേഷ് എന്ന് പറയാണ്. അപ്പോ നമ്മൾ എപ്പോഴാ കോടതിയിൽ പോകുന്നത്? നാളെയാണോ? അയ്യോ, ഞാനൊരു കാര്യം നാളത്തേക്ക് വെക്കില്ലെന്ന് എനിക്കറിയില്ലേ. ഇന്നൊരു കാര്യം തീരുമാനിച്ചാൽ അത് ഇന്ന് തന്നെ ചെയ്യണം. നമ്മളിപ്പോ തന്നെ വക്കീലിനെ കാണാൻ വേണ്ടി പോവാം. വക്കീലിനെ കാണാനോ? അതെ, ആദിയുടെ സമ്മതം കിട്ടിയതോടുകൂടി തന്നെ ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ലെന്ന് മഹേഷ് പറയുമ്പോ ഇഷിത പറയണ്ട, അതെ അവൻ ഇങ്ങനെ സമ്മതിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല മഹേഷ്. എന്നാൽ അവന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിതിനെ കാത്തിരിക്കുന്നത്, നമുക്ക് നേരെ തന്നെ ഒരു ഫാമിലി കോർട്ടിൽ പോയിട്ട് വക്കീലിനെ കാണാം. അല്ല, ഏത് വക്കീലിനെ കാണാനാ മഹേഷ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് വക്കീൽ സുജി, ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കുന്ന വക്കീലാണ്, നല്ല സൂപ്പർ വക്കീലാണ്. നമുക്ക് ആ വക്കീലിനെ തന്നെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ മഹേഷ് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് വക്കീലിന്റെ അവിടേക്ക് പോവാട്ടോ. അപ്പോ ഇഷിത പറയും, മഹേഷ് പറഞ്ഞു, വാ ഇഷിത, ഞാൻ വരുന്നില്ല മഹേഷ്, മഹേഷ് പോയി കണ്ടിട്ട് വാ. അല്ല, ഈ വക്കീല് മഹേഷിന് പരിചയമുള്ളതാണോ? അല്ല, പക്ഷെ ഈ വക്കീലിന്റെ സീനിയർ ഒരു വക്കീൽ ഉണ്ടായിരുന്നു, പുള്ളിക്കാരാണ് എന്റെ രചനയുടെ കേസൊക്കെ കോടതിയിൽ നോക്കിയത്. പുള്ളിക്കാരന് ഇപ്പൊ സുഖമില്ല, വയ്യാതെ പ്രായമായി. ഇപ്പൊ പുള്ളിക്കാരന്റെ ജൂനിയർ ആണ് ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഭയങ്കര തിരക്കുള്ള വക്കീലാണ്. ശരി മഹേഷ്, പോയിട്ട് വാ. അത് താൻ കാറിലിരുന്നോ, ഞാൻ പോയിട്ട് വരാം. അതെ, കുഞ്ഞാവ് എത്ര മുമ്പ് ചേട്ടനെ വീട്ടിൽ കൊണ്ടുവരണമെന്നല്ലേ തന്റെ പ്രതിജ്ഞ? അതെ, അതെന്തായാലും സാധിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് മഹേഷ് നേരെ ആ വക്കീലിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറുവാട്ടോ. അപ്പൊ വക്കീൽ അവിടെ തിരക്ക് പിടിച്ചിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മഹേഷ് വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. വന്നോളൂ എന്ന് മഹേഷിനോട് പറയാണ് സുജി. അപ്പൊ സുജിനെയാണ് കാണിക്കുന്നത്, ടീച്ചറമ്മയിലെ സുജി ആട്ടോ. അപ്പൊ മഹേഷ് പറയണ്ടേ, എന്നെ മനസ്സിലായോ? ഈ മുഖം എവിടെയോ പരിചയമുണ്ട്, പക്ഷെ അങ്ങനെ പിടികിട്ടുന്നില്ല. എന്റെ പേര് മഹേഷ്, എന്റെ ഒരു ഡിവേഴ്സിന്റെ കാര്യം സീനിയർ വക്കീലാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോ, ഓ മഹേഷ് ചന്ദ്രൻ അല്ലേ? ഇപ്പൊ മനസ്സിലായോ? മഹേഷിനെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് വക്കീലിന്റെ അടുത്തേക്ക് ജോയിൻ ചെയ്തപ്പോ മഹേഷിന്റെ കേസായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മഹേഷിന് വിവാഹം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ഡോക്ടർ ഇഷിത. കൊള്ളാലോ, ഡോക്ടർ ഇഷിത എനിക്ക് പരിചയമുണ്ട്. നേരിട്ട് പരിചയമില്ല, പക്ഷെ കേട്ടറിവുണ്ട് എന്ന് പറയാണ്. അല്ല, മഹേഷ് ഇപ്പൊ വന്നത് എന്ന് വേണ്ടി ഇങ്ങനെ ചോദിക്കുമ്പോ, അയ്യോ വക്കീല് സംശയിക്കൊന്നും വേണ്ട, ഡിവേഴ്സിന്റെ കാര്യത്തിന് വേണ്ടി വന്നതല്ല. വക്കീലിന് അറിയാലോ, എന്റെ മൂത്ത മകൻ ആദി രചനയുടെ കൂടെയാണ്, ഇളയ മകൾ ആണ് എന്റെ കൂടെ ഉള്ളത്. പക്ഷെ ആദിയുടെ അവിടുത്തെ ജീവിതം ഭയങ്കര ദുരിതമാണ്. അവൻ അവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ചിലപ്പോ എന്റെ മോൾ ആ നാട് വിട്ടു പോകുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട് സുജി വക്കീലെ എന്ന് പറയാണ് മഹേഷ്. എന്താ മഹേഷ്, കാര്യം ശരിക്കും പറയൂ എന്ന് സുജി പറയുമ്പോ മഹേഷ് പറയണ്ട്, രചന ഇപ്പോഴും നിൽക്കുന്നത് ലിവിങ് ടുഗദർ ആയിട്ട് ആകാശ് മേനോന്റെ കൂടെയാണ്. അവനാണെങ്കിൽ ലോക വൃത്തികെട്ടവനാണ്, പെണ്ണ് കേസിലൊക്കെ പോകുന്നവനാണ്, മാത്രമല്ല ആരും കൊല്ലാനും ഒന്നും മടിക്കാത്തവനാണ്. അവൻ ആദ്യം പല പ്രാവശ്യം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രചനയെടുത്ത് അവൻ മാറി താമസിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും രചന അത് കേട്ടില്ല. പക്ഷെ ഇപ്പൊ അവൻ തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു അവനെ കൂടെ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മോനെ കൂടെ വേണം, അതിനെ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ പെറ്റീഷൻ കൊടുക്കാം, നമുക്ക് ഇന്ന് തന്നെ അതിനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ചെയ്യാമെന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ബാക്കി കാര്യങ്ങളൊക്കെ എന്നെ ഫോൺ വിളിച്ച് പറയാം. ശരി എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങാട്ടോ. ഇറങ്ങുമ്പോ തന്നെ ഇഷിത വേഗം മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മഹേഷ്, സംസാരിച്ചോ? പിന്നെ സംസാരിക്കാതെ. നോക്ക്, നമ്മുടെ മകൻ നമ്മുടെ കുഞ്ഞു വരുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വരും. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിക്കാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇഷിതയെ മഹേഷിനെ നോക്കുവാട്ടോ. മഹേഷ് പറഞ്ഞോ, ഇഷിത ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ വൈറലായത് ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഇതും വൈറലാവേ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ചോദിക്കണം, കൊള്ളാലോ, ഡിവേഴ്സിന് വന്നിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഒന്നായോ, ഇത്രയേ ഉള്ളൂ കാര്യം എന്നൊക്കെ അവിടുത്തെ ആൾക്കാർ ചിരിച്ച്
കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ഇഷിത മതി മതി വാ പോകാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറ്റാണ് ഇഷിതേനെ. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ആകാശ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രചന ദേഷ്യത്തിൽ നിൽക്കുകയാണ്. രചന ആകാശിനോട് പറയുന്നുണ്ട്, ആകാശില് പറഞ്ഞത് ചിപ്പിന തിരിച്ചു കിട്ടാൻ വേണ്ടി കേസ് ഫയൽ ചെയ്യാന്ന്. അതെ, പക്ഷെ മഹേഷ് ഇപ്പൊ വേറൊരു കളി കളിച്ചിരിക്കുന്നു. ആദ്യം ആവശ്യപ്പെട്ട് അവന്റെ പെറ്റീഷൻ കൊടുത്തിരിക്കുക. എന്റെ അടുത്ത് ആര് പറഞ്ഞു? അതൊന്നും നടക്കുന്ന കാര്യമല്ല. സത്യം ഞാൻ പറഞ്ഞത്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, ആ വീട്ടിലെ മഞ്ജുമ തന്നെയാ പറഞ്ഞത്. അവര് സംസാരിക്കുന്നത് മഞ്ജുമ കേട്ടിരുന്നു. അങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ടാവില്ല. മഞ്ജുമക്ക് തോന്നുന്നതായിരിക്കും. ഇല്ല, ഉള്ള കാര്യമാണ്. ഇഷിതയും മഹേഷും വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. അവരത്രയും പെട്ടെന്ന് വക്കീലിനെ കാണാൻ വേണ്ടി പോണെന്നുണ്ടെങ്കിൽ തന്റെ മോന്റെ സമ്മതം കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും മഹേഷ് ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോ അത് കേട്ടുകൊണ്ട് സുമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷ് അങ്ങനെ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. മഹേഷെ, ആകാശ് ആലോചിക്കുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് ആലോചന തുടങ്ങുന്ന ആളാ മഹേഷ്. എത്ര നാളെ ആകാശ് ആണെങ്കിൽ ചിപ്പിനെ നേടിക്കൊടുക്കാന്ന് രചന എടുത്ത് പറയണോ. എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്നിട്ട് ഇപ്പത് ആകാശനെ തോൽപ്പിച്ചുകൊണ്ട് രചനയും തോൽപ്പിച്ചുകൊണ്ട് ഇഷിതയും മഹേഷും കൂടി ആദീനെ വീണ്ടും കിട്ടണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പരാതി പോയിരിക്കുക. അതിന് കാരണക്കാരൻ ആകാശ് തന്നെയാ. നീ എന്താടി എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കാണോ? ഇത് ഞാനും രചനയും തമ്മിലെ പ്രശ്നമാണ്. നീ മിണ്ടണ്ട. ഞാൻ പറയും, രചന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. രചന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഇവങ്ങളുടെ തീരുമാനം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കാരണം ആകാശ് തന്നെയാണ്. ആകാശിന് അവരുടെ പ്രവൃത്തി ഒന്നും ഒട്ടും ശരിയല്ല. ആദിനെ വെറും ഒരു വേലക്കാരനായിട്ടോ വെറും ഒരു വൃത്തികെട്ടവനായിട്ടോ ആദീനെ വളരെ മോശമായിട്ടൊക്കെയാണ് ആകാശ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദീനെ എത്രമാത്രം ആകാശ് ഉപദ്രവിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആദി ഇവിടുന്ന് പോണോന്ന് ആഗ്രഹിക്കുന്നത്. അവനവന്റെ അച്ഛനടുത്ത് പറഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടാണ് മഹേഷ് ഇങ്ങനത്തെ ഒരു നീക്കം നടത്തിയത്. അപ്പോ രചന പറയുന്നുണ്ട്, അതെ, സുമി പറഞ്ഞതൊരു കാര്യമുണ്ട്. ആദ്യത്തെ വളരെ മോശമായിട്ടുമാണ് ആകാശ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവിടുന്ന് പോണെന്ന് പറയണത്. അതെ, അപ്പൊ സുമി പറയണ്ട, അതെ, അത് തന്നെ കാരണം. ആകാശ് പറഞ്ഞു, സുമി, നീ മഹേഷിനെ വലിയ ഹീറോ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്റെ കമ്പനി നിന്നെ ഇവിടെ പറഞ്ഞയച്ചതല്ലേ. എന്നിട്ടിപ്പൊ നീ മഹേഷിന്റെ ഫാനായോ? ഞാൻ ആരുടെയും ഫാനല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. രചന, ഞാൻ ഒരു കാര്യം പറയാം. ആകാശ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ അത് പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ, ഒന്നും ചെയ്യില്ല. പക്ഷെ മഹേഷ് അങ്ങനെയല്ല. ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് മഹേഷ് ചെയ്യും. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുമി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് രചന പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും എന്റെ മോൻ എന്നെ വിട്ടു പോവില്ല എന്ന് രചന ഉറപ്പ് പറയാണ്. ഇത് ആദ്യം കേൾക്കുന്നുണ്ട്. ആദ്യം വേഗം തന്നെ റൂമിൽ പോയിട്ട് വേഗം തന്നെ മഹേഷിന് ഫോൺ വിളിക്കാണ്. ഹലോ ഡാഡി. പറ മോനെ, എന്താ? അതെ ഡാഡി, ഇന്ന് വക്കീലിനെ കാണാൻ പോയായിരുന്നു എന്റെ കാര്യത്തിന് വേണ്ടി. പോയിരുന്നു. മോനിത് എങ്ങനെയായിരുന്നു? ഇവിടെ സംസാരം ഉണ്ടായിരുന്നു. ഡാഡി എന്താ പെട്ടെന്ന് അങ്ങനെ പോയത്? അല്ല മോനെ, ഡാഡിയുടെ കൂടെ ഇഷിതാമ ഉണ്ടല്ലോ, കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിതക്ക് ഫോൺ കൊടുക്കാണ്. ഡാഡി വക്കീലിനെ കാണാൻ പോയല്ലേ? മോനെ, ഇതിനെ പിന്നെ ഇഷിതാമയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. അത് വേറൊന്നുമല്ല. എന്തായാലും നന്നായി ഇഷിതാമേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഇവിടെ മടുത്തു. എന്നെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിൽ എന്റെ ജീവിതം ചിലപ്പോ ഇവിടെ നിന്ന് തീർന്നു പോകും. മോനെ, നീ അങ്ങനെ പറയല്ലേ. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ ഞാനും മഹേഷും ഇങ്ങനെയൊക്കെ ചെയ്യണത്. കുഞ്ഞുവാ വരുന്നതിന് മുമ്പ് മോൻ ഇവിടെ എത്തിയിരിക്കും. അത് മതി, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം ഇഷിതാമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആദ്യം ഫോൺ കെട്ടിയാണ്. എന്താടോ അവൻ ഫോൺ വെച്ചോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ വെച്ചു. അവനെ വിഷമോയും തോന്നുന്നു, അവന് സന്തോഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ ഇഷിത കെട്ടിപ്പിടിക്കാണ്. ഇഷിതക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മഹേഷ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുമീനെയാണ്. സുമി പാട്ടൊക്കെ കേട്ടിങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് ആകാശ് സുമിയുടെ അടുത്തേക്ക് വരുവാണ്. ശേഷം സുമീനെ അടിമുടി നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുമി ചാടി എഴുന്നേക്കാണ്. ആകാശ്, നിങ്ങൾക്ക് നാണോ മാനോ ഒന്നില്ലേ? ഒരു പെൺകുട്ടിയുടെ റൂമിൽ വരുന്നത് ഇങ്ങനെയാണോ? അറ്റ്ലീസ്റ്റ് ഒരു മാനേഴ്സ് കാണിച്ചൂടെ? ഇത് എന്റെ വീടാണ്. ആകാശിന്റെ വീടൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് കയറി വരുമ്പോ അല്പം മാന്യത കാണിക്കണം. എടി, ഞാൻ നിന്നെ കയറി പിടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നീ കുറച്ചു നേരം മുമ്പ് മഹേഷിനെ പൊക്കി കുറെ രചന എടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, എനിക്ക് ആകാശിനെ കിട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മഹേഷ് കേമനാണെന്ന് രചന വിചാരിച്ചോട്ടെ. അങ്ങനെയെങ്കിലും രചനക്ക് മഹേഷിനോടുള്ള മതിപ്പ് കൂടി ഇവിടുന്ന് പോട്ടെ. എനിക്ക് അങ്ങനെയെങ്കിലും ആകാശിനെ സ്വന്തമാക്കണം. ഇല്ലടി, ഒരിക്കലും നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. എനിക്ക് നിന്നെ വേണ്ട. ഒരിക്കലും ആകാശ് വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നീ മനസ്സിലാക്കിക്കോ. എന്നാൽ രചനയെ ഒഴിവാക്ക്, ഞാൻ ആകാശിന്റെ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോ രചനയെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. രചനയെ വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ആകാശ് മര്യാദയ്ക്ക് ഇനി വിവാഹം കഴിച്ച് നിൽക്കുകയാണെങ്കിൽ ആകാശിനെ കൊള്ളാം. എനിക്കിനിപ്പോ പുറത്തു പോയിട്ട് ആരും എന്റെ കൂടെ നിൽക്കാനോ ആരും കുടുംബക്കാരോ ആരുമില്ല. ഒരു അപ്പാർട്ട്മെന്റ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ആകാശിനോട് നിൽക്കാൻ എനിക്ക് സമ്മതേ ഉള്ളൂ. ആകാശ് എന്നെ കൂടെ നിർത്താണെങ്കിൽ ആകാശിന് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ. എന്നെ വിവാഹം കഴിച്ച് കൂടെ നിർത്ത ആകാശ്. അതിന് ആകാശ് വേറെ ജന്മം ജനിക്കണോടി എന്ന് ആകാശ് പറഞ്ഞിട്ട് സുമിയുടെ കഴുത്തിൽ കയറി പിടിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അങ്ങനെ
നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ആകാശ് സുമിനെ പിടിച്ച് തള്ളുമ്പോഴേക്കും സുമിയുടെ തല പോയിട്ടും ഭിത്തിയിൽ ഒരു ആണി പോലത്തെ സംഭവം ഉണ്ട്, അവിടേക്ക് ഇടിച്ചുകൊണ്ട് സുമിക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുകയാണ്. സുമിനെ കെട്ടി ഒരു ചാക്കിലാക്കിയിട്ട് ആകാശ് വണ്ടിയുടെ ഡിക്കിയിലേക്ക് കയറ്റുവാണ്. അപ്പൊ വലിച്ച് ഡിക്കിയിലേക്ക് കയറ്റുകയാണ്. ആ സമയത്തിനാണ് ആദ്യ ക്ലാസ് കഴിഞ്ഞ് അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഇതെല്ലാം തന്നെ ഗേറ്റിലൂടെ നോക്കി കാണുന്നുണ്ട്. ആദ്യക്ക് വല്ലാത്ത പേടിയാവാട്ടോ. പെട്ടെന്ന് ആദ്യം അവിടെ ഒടിച്ചു നിൽക്കുകയാണ്. ആകാശ് ഡിക്കിയില് സുമിനെ കയറ്റിന് ശേഷം അവിടെ നിന്ന് വേഗം ചീറിപ്പാന് പോകുവാട്ടോ. ആദ്യം തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. ശേഷമാണ് ആകാശം ഒരു വലിയൊരു കൊക്ക പോലത്തെ ഒരു പുഴ എത്തുമ്പോഴേക്കും അവിടേക്ക് സുമീനെ വലിച്ചെറിയാണ്. ഇതെല്ലാം കണ്ടിട്ട് ആദ്യം ഓടിപ്പാഞ്ഞ് വേഗം മഹേഷിന്റെ അടുത്തേക്ക് പോവാണ്. മഹേഷ് നോക്കുമ്പോഴേക്കും ആദ്യം ആകെ വിയർത്ത് കുളിച്ച് കിതച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുമ്പോ, ഡാഡി ഞാനിന്നൊരു കാഴ്ച കണ്ടു. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആകാശങ്ങൾ എന്തോ ഭാരമുള്ളൊരു സാധനം വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടു. അതിനുശേഷം ആരില്ലാത്തൊരു കൊക്കയിലെത്തിയപ്പോഴേക്കും ആകാശങ്ങൾ അത് അവിടേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് പേടിയാകുന്നു, എവിടെയാ വലിച്ചെറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മഹേഷ്. ആദ്യം മഹേഷിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു കൊക്കയിലയുടെ അടുത്തേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.